എല്ലാവർക്കും നമസ്കാരം. R3D വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലുള്ള ആനക്കുട്ടിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കാണിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ സ്ഥിതി ചെയ്യുന്നതും അന്തർദേശീയ നിലവാരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രവുമാണ് കോട്ടൂർ എലഫന്റ് സാങ്ച്വറി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നറിയപ്പെടുന്നത്. ആനകളെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പരിപാലിക്കുന്നതിനും മികച്ച ചികിത്സ അവയ്ക്ക് ലഭ്യമാക്കുന്നതിനുമൊപ്പം മനുഷ്യർക്ക് കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇവയെ കാണുന്നതിനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. 60 രൂപ ടിക്കറ്റ് നിരക്കിൽ പ്രവേശനമായിട്ടുള്ള ഇതിനുള്ളിൽ ബോട്ടിങ്ങും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും നടന്നു പോകുന്നു. കാടിൻ്റെ വന്യതയിൽ വളരെ നല്ല കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ഒക്കെ ഇവിടെ സുലഭമായി നടക്കുന്നുണ്ട്. സഞ്ചാരികൾ നിരവധിയായി എത്തിപ്പെടുന്ന ഈ സ്ഥലത്ത് രാവിലെ തന്നെ ആനയുടെ നീരാട്ട് പതിവുള്ളതാണ്. രാവിലത്തെ നടത്തത്തോടെയാണ് കാപ്പുകാട്ടെ ആനകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ശേഷം അവയെ നെയ്യാറിൽ കുളിപ്പിക്കുന്നു. ആനകളുടെ ഈ നീരാട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിരാവിലെ 9 മണിക്ക് തന്നെ നമ്മൾ പ്രവേശിച്ചിരിക്കണം. എൻട്രി പാസ് എടുത്ത് ഉള്ളിലേക്ക് കയറി ബോട്ടിങ്ങിൻ്റെയും കുട്ടവഞ്ചി സവാരിയുടെയും ഏരിയ കടന്ന് കാടിൻ്റെ മധ്യഭാഗത്തൂടുള്ള ചെറുവഴിയിലൂടെയാണ് ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത്. അതിനാൽ ഏറെ ദൂരമുള്ള ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിന് 9 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ ഉള്ളിൽ പ്രവേശിച്ചിരിക്കണം. എങ്കിലേ ആനകളുടെ ഈ നീരാട്ട് നമുക്ക് നേരിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. സോമൻ എന്ന ആനയുടെ നീരാട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏഷ്യയിലെ വളർത്താനകളിൽ ഏറ്റവും പ്രായം ചെന്ന ആനയാണ് ഇത്. 84 വയസ്സാണ് പ്രായം. അമ്മു, പിടിച്ചി, മിന്ന, ഹരികൃഷ്ണൻ, ആമിന, മനു, റാണ എന്നിങ്ങനെ നിരവധി ആനകൾ ഇവിടെയുണ്ട്. രാവിലത്തെ കുളിക്ക് പുറമെ വൈകിട്ടും നെയ്യാറിലെ വിശാലമായ വെള്ളത്തിൽ കുളിപ്പിക്കാറുണ്ട്. വേനൽക്കാലത്തും വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ സുലഭമായി വെള്ളം ലഭിക്കുന്നതിന് ജലസംഭരണികൾ ഒരുക്കിയിട്ടുണ്ട്. കൂട്ടിലിട്ടിരിക്കുന്ന ആനകളെ കാണുന്നത് കൂടാതെ വൈകിട്ട് 3:30 ആനകളെ ഊട്ടുന്നത് കാണാനും വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. കാടും സാഹസികതയും താല്പര്യമുള്ളവർക്ക് ട്രക്കിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കാപ്പുകാടിന് സമീപത്താണ് മീൻമുട്ടിയുള്ള ചേട്ടം. ഏത് കൊടിയ വേനലിലും വെള്ളം വറ്റാത്ത ഇടമാണിത്. കുന്നും വളവുമെല്ലാം തിരിഞ്ഞ് അവിടേക്ക് പോകാനുള്ള സൗകര്യം സാഹസികരായ സഞ്ചാരികൾക്ക് ലഭിക്കും. അതിനായി വനം വകുപ്പ് തന്നെ പ്രത്യേകം വാഹനം ഒരുക്കിത്തരും. ഈ വഴിയിൽ കാട്ടുപോത്ത്, മാൻ, കരടി തുടങ്ങിയ മൃഗങ്ങളെയും കാണാനാകും. മീൻമുട്ടിക്ക് പുറമെ കാറ്റാടിക്കുന്ന്, തീർത്ഥക്കര എന്നിവിടങ്ങളിലേക്കും സഞ്ചാരികളെ അനുവദിക്കുന്നുണ്ട്. ഇതിന് പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഈ പ്രദേശം മാറുന്നതോടൊപ്പം നെയ്യാർ ഡാം മേഖലയിലെ വനം വകുപ്പിൻ്റെയും ജലവിഭവ വകുപ്പിൻ്റെയും ടൂറിസം പദ്ധതികളും വികസിക്കും. കോട്ടൂരിലെ ആന പരിപാലന കേന്ദ്രം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നതോടെ പൊന്മുടി, നെയ്യാർ ഡാം, അഗസ്ത്യമല, പേപ്പാറ തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തി പ്രദേശത്തെ ഒരു ടൂറിസം സോണാക്കി മാറ്റാനും കഴിയും. പദ്ധതി പൂർണ്ണതോതിൽ നടപ്പാക്കി കഴിഞ്ഞാൽ 1,00,000 വിദേശ സഞ്ചാരികളടക്കം പ്രതിവർഷം 3.5 ലക്ഷത്തിലധികം ആളുകൾ ഇവിടം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കുടുംബത്തോടൊപ്പം കടന്നെത്തുന്ന സഞ്ചാരികൾക്ക് ആനയുടെ കാഴ്ചകളും ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ട്രക്കിങ്ങും എല്ലാം നല്ല മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. ആനകളുടെ വിസ്തരിച്ചുള്ള നീരാട്ടിന് ശേഷം വരിവരിയായി ഓരോന്നിനെയും തിരിച്ചു കൊണ്ടുവരുന്നു. ഹരികൃഷ്ണൻ എന്ന ആനയാണ് ഈ വരുന്നത്. ഇവന് 33 വയസ്സുണ്ട്. കുളി കഴിഞ്ഞ് വരുന്ന ആനകൾക്ക് ശർക്കരയും ചോറും മറ്റു ധാന്യങ്ങളും ചേർത്തുള്ള ആനച്ചോറ് നൽകുന്നു. പ്രായത്തിനനുസരിച്ച് ഓരോ ആനയ്ക്കും പ്രത്യേക ഭക്ഷണ ചാർത്തുണ്ട്. ഓരോ ദിവസം ഓരോ ധാന്യങ്ങൾ, മരുന്നുകൾ എന്നിവ ചേർത്താണ് ഭക്ഷണമൊരുക്കുന്നത്. ഇടനേരങ്ങളിൽ റാഗി കുറുക്കും നൽകും. സന്ദർശകർ നൽകുന്ന വാഴക്കുല പരിശോധിച്ച ശേഷം മാത്രമേ നൽകൂ. ആനകളുടെ ചികിത്സയ്ക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോട് കൂടിയ വെറ്റിനറി ആശുപത്രി നിർമ്മാണ ഘട്ടത്തിലാണ്.
ആനയെ ജലാശയത്തിലിറക്കി നൽകുന്ന നീന്തൽ ചികിത്സയാണ് ഹൈബ്രോതെറാപ്പി. സാധാരണ ശാരീരിക അസ്വസ്ഥമുള്ള ആനകൾക്കാണ് ഇത്തരത്തിൽ ഹൈബ്രോതെറാപ്പി നൽകാറുള്ളത്. നീന്തുമ്പോൾ ശരീരഭാരം തോന്നാത്തതിനാൽ മസിൽസുകളെല്ലാം ശക്തിപ്പെടും. അങ്ങനെ ആന പൂർണ്ണ ആരോഗ്യവാനാകും. 13 വയസ്സുള്ള റാണ എന്ന കൊമ്പനാനക്കുട്ടിയാണ് ഇത്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് ഇവന്റെ ജന്മദേശം. കുട്ടിക്കുറുമ്പനായ ഇവൻ സഞ്ചാരികൾക്ക് കൗതുകകരമായ കാഴ്ചകളാണ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. എട്ടു വയസ്സുള്ള മനു എന്ന മോഴ ആനക്കുട്ടിയാണ് ഇത്. പുനരധിവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ എന്ന പോലെ പാർപ്പിക്കാവുന്ന തരത്തിൽ ഉരുക്ക് തൂണുകളാലും ഉരുക്ക് വലകളാലും വലയം ചെയ്ത 50 ആവാസ കേന്ദ്രങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യമേഖലയെന്നും ആനകളുടെ മേഖലയെന്നും രണ്ടായി തിരിച്ചാണ് കേന്ദ്രം സജ്ജമാക്കുന്നത്. കാട്ടാനകളെ ഒറ്റയായും കൂട്ടമായും പാർപ്പിക്കുന്നതിനുള്ള എൻക്ലോഷറുകൾ ആനകളുടെ മേഖലയിലുണ്ടാകും. കൊമ്പൻ ഒറ്റയ്ക്കും പിടിയാനകളും കുട്ടിയാനകളും കൂട്ടമായുമാണ് വനത്തിലെ സഞ്ചാര രീതി തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. മറ്റ് ആനസങ്കേതങ്ങളിലൊന്നും ലഭ്യമല്ലാത്ത ആനസവാരിയും ഇവിടെ ഒരുക്കുന്നുണ്ട്. ആനസവാരിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണവും. സ്വദേശികൾക്കും വിദേശികൾക്കും ഇതിനായി പ്രത്യേക ചാർജുകളാണ്. രാവിലെ 9-നും വൈകിട്ട് 5-നും ഇടയിൽ എത്തിയാൽ മാത്രമേ ആനപ്പുറത്ത് കയറാനാകൂ. ആമിന എന്ന ആനയാണ് ഇവിടെ തളച്ചിരിക്കുന്നത്. ഈ ആനയ്ക്ക് പ്രത്യേകതരം വൈറസിൻ്റെ ഒരു രോഗബാധയുള്ളതിനാൽ അതിനെ ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു. ആനകളുടെ ഈ പുനരധിവാസ കേന്ദ്രത്തിൽ ഒരു ഇക്കോ ഷോപ്പും പ്രവർത്തിക്കുന്നുണ്ട്. ആയുർവേദ കാട്ടുമരുന്നുകളിൽ തയ്യാറാക്കിയെടുക്കുന്ന നല്ല ഇനം മരുന്നുകളും കരകൗശല ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂർ സ്ഥിതി ചെയ്യുന്ന ഈ ആനക്കൊട്ടിലും ബോട്ടിങ്ങും ചങ്ങാടത്തിൽ അഗസ്ത്യമലകളുടെ ഭംഗി ആസ്വദിച്ച് നെയ്യാറിലൂടെയുള്ള യാത്രയും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. കുട്ടവഞ്ചിയും ബോട്ടിങ്ങും ആനകളുടെ നീരാട്ടും ആനയൂട്ടുമൊക്കെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വളരെ ദൃശ്യമനോഹരമായ കാഴ്ചകൾ നൽകുന്നു.